അഹമ്മദാബാദ് വിമാന ദുരന്തം ഞാൻ അപ്പോഴേ പറഞ്ഞു പൈലറ്റിന്റെ പ്രശ്നമായിരിക്കും. അപ്പോഴൊക്കെ എൻ്റെ തലക്കിട്ട് ആണി അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ പുറത്തു വന്നല്ലോ പൈലറ്റ് ആണ് കാരണക്കാരനെന്ന്. ആര് പറഞ്ഞു? എന്നാലും ആരൊക്കെയോ പറയുന്ന കേട്ടു. ഉണ്ടത്രേ. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ നിരാശയുണ്ട് ഈ കാര്യത്തിൽ. കാര്യം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്തകൾ വരുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പൈലറ്റ് ബോധപൂർവം, അതായത് പറഞ്ഞു വന്ന വാർത്തകൾ രസകരമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ പിതാവിന് ഏതാണ്ട് 90-നടുത്ത് വയസ്സുണ്ട്, മാതാവ് നേരത്തെ മരിച്ചു, അദ്ദേഹം അവിവാഹിതനാണ്, കടുത്ത നിരാശ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ മരിക്കാൻ തീരുമാനിച്ചു. ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു 259 പേർ, അയാളടക്കം 260 പേരുടെ ജീവൻ എടുത്തുകൊണ്ട് അയാളങ്ങ് മരിക്കാൻ തീരുമാനിക്കുന്നു. സൈക്കോ ആത്മഹത്യയായിരിക്കും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇമാതിരി വാർത്തകൾ പടച്ചു വിടുന്നത്? കാര്യം ഒരു പൈലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വഴിയേ ഇരിക്കുന്ന ഒരാളെ വിളിച്ചുകൊണ്ട് പോയി വിമാനം പറത്താൻ കൊണ്ടുപോകാം എന്നും പറഞ്ഞ് കൊണ്ടുപോകുന്ന ഒരാളല്ല. ഒരു പൈലറ്റ് എന്ന് പറയുക, ഇയാൾ ഏതാണ്ട് 1990-ലാണ് ഈ പരിപാടി തുടങ്ങിയത്. അതായത് കൃത്യമായി പറഞ്ഞാൽ 25 വർഷത്തിൽ പരം സർവീസ് ചെയ്ത ഒരാൾ. അപ്പോൾ ഇയാൾ ഈ 25 വർഷം കഴിഞ്ഞ് ഏതാണ്ട് മാസങ്ങൾ കൂടിയേ ഉള്ളൂ അയാൾ റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അയാളുടെ പിതാവ് 88 വയസ്സുള്ള അയാൾ മുൻ DGC ഉദ്യോഗസ്ഥനാണ്, പേര് പുഷ്കാരാജ്. അപ്പോൾ അദ്ദേഹം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് 2-3 മാസത്തിന് ശേഷം ജോലി വിടാനായിട്ട് തയ്യാറെടുത്തിരുന്ന ഒരു 56 വയസ്സുകാരൻ. അദ്ദേഹം എന്തിനാണ് ഇപ്പോൾ ഒരു പിതാവിനെ പരിചരിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ട് നിൽക്കുന്ന ആൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? അതുമാത്രമല്ല, ഈ വിമാനം പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ പിതാവിനെ വിളിക്കുന്നുണ്ട്. ലണ്ടനിലെത്തിയ ശേഷം ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറയുന്നു. ഒരു മാനസികമായി തകർന്നു നിൽക്കുന്ന ഒരാൾ അങ്ങനെ വിളിച്ച് സംസാരിക്കുമോ? അല്ല, ഈ പിതാവെന്ന് പറയുന്ന 88 വയസ്സുകാരന് താൻ മാത്രമേ ആശ്രയമുള്ളൂ എന്ന് തിരിച്ചറിയുന്ന ഒരു മകൻ ആ പിതാവിനെ അവിടെ ഒറ്റക്കാക്കിയിട്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുമോ? പിന്നെ ഇദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, ഈ പറയുന്ന പൈലറ്റ് എന്ന് പറയുന്ന ജോലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വഴിയിൽ നിൽക്കുന്ന ഒരാളെ വിളിച്ച് കയറ്റി വിമാനം പുറത്തുന്ന പരിപാടിയല്ല. അയാൾക്ക് കൃത്യമായി മെഡിക്കൽ ചെക്കപ്പ്, മറ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായതിൻ്റെ ഇടവേളകളിൽ നടക്കും. അവർക്ക് എന്തെങ്കിലും ഒരു മാനസിക അസ്വാസ്ഥ്യമോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തും. അതുമാത്രമല്ല, ഒരു വിമാനം നിയന്ത്രിക്കുന്നത് 2 പേർ ചേർന്നാണ്. ഒരു ക്യാപ്റ്റനും ഒരു കോ പൈലറ്റും ഉണ്ടാകും. അപ്പോൾ ഒരാൾക്കൊരു ദേഹാസ്വാസ്ഥ്യം ഉണ്ടായാൽ പോലും മറ്റൊരാൾ ആ പൈലറ്റിൻ്റെ ആ വിമാനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക. ആ രീതിയിലാണ് വിമാനം പറത്തുന്നത്. 2 പേർ ചേർന്നിട്ടാണ്. അപ്പോൾ അത്രയ്ക്ക് പോലും കരുതലെടുക്കുന്ന ഒരു സംഗതി. അതുമാത്രമല്ല, ഇപ്പോൾ ഇയാൾ ബോധപൂർവം എന്തെങ്കിലും ഇത്തരത്തിൽ ഈ വിമാനം വീഴ്ത്താൻ തന്നെ തീരുമാനിച്ചെന്നിരിക്കട്ടെ, ആ വോയിസ് റെക്കോർഡറിൽ അത് സംബന്ധിച്ച് മുൻ സൂചനകളുണ്ടാവും. ഏതാണ്ട് 2 മണിക്കൂറോളം നീർന്ന വോയിസ് റെക്കോർഡറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിലാകെ കൂടെ ഒരു 10 സെക്കൻഡിൽ താഴെ ഉള്ള ഒരു ശബ്ദശകലത്തിൽ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ വിമാനത്തിൻ്റെ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് കട്ട് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നു. അയാൾ പറയും, ഞാൻ ചെയ്തിട്ടില്ല. ഇത് ആ വിമാനത്തിൻ്റെ എന്തെങ്കിലും സാങ്കേതിക തകരാറാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നത് എന്തിനാണ്? പകരം ഒരു മനുഷ്യൻ്റെ തലയിൽ ഇതെല്ലാം കൂടി കെട്ടിവെക്കുന്നത് എന്തിനാണ്? ആ ഫ്യൂൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് അത് സെൻസറുകൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അമ്മ മരിച്ചതിൻ്റെ ദുഃഖം അടക്കാനാകാതെയാണ് അദ്ദേഹം വിമാനം തകർത്തത് എന്ന് പറയുന്നു. എന്തിനാണ്? എങ്കിൽ അയാൾക്ക് അത്ര ദുഃഖം ഉണ്ടെങ്കിൽ അങ്ങ് സ്വയം ആത്മഹത്യ ചെയ്താൽ പോരെ? ഈ ഇത്രയും ഒരു 241 പേര് ആ വിമാനത്തിലുണ്ടായിരുന്നു, മരിച്ചവർ മൊത്തം 242 പേര്, ഇവരടക്കം 242 പേര് ആ വിമാനത്തിലുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ ഞാൻ മരിക്കുന്നു, എങ്കിൽ മറ്റുള്ളവരെയും കൂടി കൊന്നുകളയാം എന്ന് അയാൾ ചിന്തിക്കുമോ? ഒരു സാമാന്യ യുക്തിയിൽ ചിന്തിക്കില്ല. ഇനി അത്രക്ക് വലിയ എക്സ്ട്രാ ഓർഡിനറി സൈക്കോപാത്ത് ആണെന്ന് അയാൾ ഇരിക്കട്ടെ, അയാൾ അതിൻ്റെ ലക്ഷണങ്ങൾ മുമ്പേ തന്നെ കാണിക്കുന്നേ. ഏതാണ്ട് 10-25 വർഷത്തോളം സർവീസ് ചെയ്ത ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതി അങ്ങ് സൈക്കോ ആയി മാറുമോ? അതിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ മാനസിക അസ്വാസ്ഥ്യം, പിരിമുറുക്കം അദ്ദേഹം കാണിക്കുമല്ലോ നേരത്തെ തന്നെ. അപ്പോൾ അത് സംബന്ധിച്ചുള്ളൊരു മെഡിക്കൽ റെക്കോർഡ് അയാൾക്ക് ഉണ്ടാകുമല്ലോ. ഇപ്പോൾ അയാൾ മറ്റൊരാളും കൂടി ചേർന്നാണ് ആ ക്യാബിൽ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 2 മണിക്കൂറോളം വോയിസ് റെക്കോർഡർ ഉണ്ടല്ലോ. ഇയാൾ എന്തെങ്കിലും പിരിമുറുക്കത്തിലാണെങ്കിൽ അത് സംബന്ധിച്ച് 2 പേരും കൂടി സംഭാഷണം നടത്തുമല്ലോ, സ്വാഭാവികമല്ലേ? അവർ യാതൊരു കുഴപ്പമില്ല, അതുവരെ 2 പേരും തമ്മിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നു. എന്നിട്ട് ഈ ഒരു ശബ്ദശകലത്തിൽ, കഷ്ടിച്ച സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ളൊരു ശബ്ദശകലത്തിൽ അയാൾക്ക് എതിരെ ഉണ്ടായുള്ള ആരോപണം അയാൾ നിഷേധിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അയാൾ പറയുന്നു. എന്തുകൊണ്ട് അത് നമ്മൾ വിശ്വാസത്തിലെടുക്കുന്നില്ല? ഇത് ആ പറയുന്ന സംവിധാനം, ആ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ സ്വിച്ചിന് തകരാർ സംഭവിച്ചേക്കാം എന്നൊരു സാധ്യതയില്ലേ?
അത് സെൻസറുകളാണ് അത് നിയന്ത്രിക്കുന്നത്. ഈ സെൻസറുകൾ എന്ന് പറയുന്നത് മനുഷ്യന് നിർമ്മിച്ചൊരു ഉപകരണം മാത്രമാണ്. എപ്പോഴും അതിൻ്റെ പണിയെടുത്തുള്ളതെന്ന് നമ്മൾ എന്തിനാണ് ശടിക്കുന്നത്? അത് ചിലപ്പോൾ പണിയെടുക്കാതെ ഇരിക്കാമല്ലോ. ഈ സെൻസറുകൾക്ക് തകരാർ സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. നേരത്തെ തന്നെ അപകട സൂചനകൾ വന്നിട്ടുണ്ട്, റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ എയർ ഇന്ത്യ സൗകര്യപൂർവ്വം മറന്ന് ഒഴിവാക്കുകയായിരുന്നു. ഈ ഫ്യൂൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് കൃത്യമായി പരിശോധന നടത്തണമെന്നുള്ള മുന്നറിയിപ്പുകൾ എയർ ഇന്ത്യ അവഗണിച്ചു. 2018 തന്നെ അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നു. അപ്പോൾ ആ സെൻസറുകൾക്ക് തകരാർ സംഭവിച്ചേക്കാം. അതുമാത്രമല്ല, ഈ വിമാനത്തിൻ്റെ സർവീസ് ഹിസ്റ്ററി മുഴുവൻ ഇപ്പോൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുക. ആ വിമാനത്തിന് കൂടെ സാങ്കേതിക തകരാറ്, ഇലക്ട്രിക്കൽ തകരാറൊക്കെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരുന്നൊരു വിമാനമാണ്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു തകരാറായിക്കൂടെ ഈ ഒരു അപകടത്തിലേക്ക് വഴിതെളിച്ചത്? ഇപ്പോൾ നിലവിൽ നമ്മുടെ US നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ്, അത് ഈ അമേരിക്കൻ നിർമ്മിതമാണ് ഈ വിമാനം. ബോയിങ് എന്ന് പറയുന്ന കമ്പനിയുടേതാണ് ഈ നിർമ്മിതമായ വിമാനമാണ്. അത് മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഒരു വിമാനാപകടം ഉണ്ടാകുന്നത് ആ രാജ്യത്തിൻ്റെ മാത്രം ബാധ്യതയല്ല. എല്ലാ രാജ്യങ്ങളും ആ അപകടം സംബന്ധിച്ചുള്ള വസ്തുത അറിയാൻ താല്പര്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ ഏജൻസി മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് അന്വേഷണ ചുമതല വഹിക്കുന്നത്. പക്ഷേ ബോയിങ്ങിൻ്റെ അധികൃതർ ഈ അന്വേഷണത്തിൽ പങ്കാളികളാണ്. അമേരിക്കൻ സാങ്കേതിക വിദഗ്ധർ അല്ലെങ്കിൽ അമേരിക്കൻ ടീം ഇതിൻ്റെ അന്വേഷണവുമായി പങ്കാളികളാണ്. ബ്രിട്ടൻ്റെ ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ എയർ ഇന്ത്യ രക്ഷിച്ചെടുക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന പൈലറ്റുമാരുടെ തലയിൽ വെച്ച് കെട്ടാനുള്ള പരിപാടിയാണെങ്കിൽ, പൈലറ്റിൻ്റെ അമ്മയുടെ ആത്മാവാണ് ഇത് പ്രവർത്തിച്ചതെന്ന് പറയും. അല്ല, നമ്മളിപ്പോൾ പറയാമല്ലോ, എയർ ഇന്ത്യ രക്ഷിച്ചെടുക്കാൻ വേണ്ടി പൈലറ്റിൻ്റെ മണ്ടയ്ക്ക് വെക്കുന്നൊന്നാണല്ലോ ആക്ഷേപം. ഇപ്പോൾ എയർ ഇന്ത്യ രക്ഷിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ ഏജൻസികളൊക്കെ സംബന്ധിച്ച് തരുമെന്നാണ് കരുതുന്നത്? ഇല്ല. ഈ അമേരിക്കൻ ഏജൻസികളും ഈ ബ്രിട്ടൻ്റെ ഏജൻസികളും അന്താരാഷ്ട്ര ഏജൻസികളൊക്കെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവരെല്ലാം കണ്ണടച്ച് തരുമോ? ഇല്ലല്ലോ. ഇന്നലെ അമേരിക്കയുടെ ഒരു പത്രമല്ലേ വേൾഡ്, അതായത് പൈലറ്റ് ആകാം എന്നാണ് പറഞ്ഞത്. പൈലറ്റ് കാര്യം ഈ സാധനം വാൾ സ്ട്രീറ്റ് ജേണൽ. അതായത് ഇത് ഈ പറയുന്ന ഫ്യൂൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് അത് ഒരു പൈലറ്റ് തന്നെയാണ് നിയന്ത്രിക്കേണ്ടത്. പൈലറ്റ് തന്നെ ആകെ അത് ചെയ്തിരിക്കുന്നത് എന്നാണ് സൂചന മാത്രമാണ് അവർ തന്നത്. അല്ല, ഇത് മാനുവൽ ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പല വ്യോമയാന വിദഗ്ധരും പറയും. അതെ, മാനുവലായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ടാണ് 2018 ഒരു മുന്നറിയിപ്പ് വന്നത്? ഇത് ചിലപ്പോൾ ഇത് പ്രവർത്തനരഹിതമാകാം. വിമാനത്തിൻ്റെ ഒരു വൈബ്രേഷൻ കൊണ്ടുപോലും ഈ ഫ്യൂൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് റണ്ണിൽ നിന്ന് കട്ട് ഓഫിലോട്ട് പോകാൻ സാധ്യതയുണ്ടെന്നൊരു മുന്നറിയിപ്പ് പിന്നെ എന്തിനാണ് വന്നത്? ആ മുന്നറിയിപ്പൊക്കെ ഇവിടെ സൗകര്യപൂർവ്വം മറന്നു. ആ ഒരു സാധ്യത എന്തിനാണ് നമ്മൾ തള്ളിക്കളയുന്നത്? ഇപ്പോൾ ആ പൈലറ്റിൻ്റെ മണ്ടയ്ക്ക് തന്നെ വെക്കണമെന്ന് എന്തിനാണ് ഇത്ര പിടിവാശി? അയാൾ ബോധപൂർവം ചെയ്തല്ലെങ്കിലോ അയാളത് നിഷേധിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ അയാൾക്കതൊന്ന് ഒഴിഞ്ഞു മാറാമല്ലോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കണ്ടില്ല എന്നൊക്കെ പറയാമല്ലോ. അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നിലവിൽ അതിലും രസകരമായ സംഗതികൾ നേരത്തെ വന്നിരുന്നു. ഇതിൻ്റെ അകത്തൊരു ചാവേറ് പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വന്നിരുന്നു. അങ്ങനെ ഏതോ മന്ദബുദ്ധി അങ്ങനെ ഒരു വാർത്ത ഇട്ടിരിക്കുന്നു. അതായത് ഈ വിമാനം ചെന്ന് ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്ത് ഇടിച്ച് അതിൻ്റെ ഒരു വാലുഭാഗം അവിടെ അവശേഷിക്കുകയും ബാക്കി കുറച്ചങ്ങോട്ട് മാറി പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. ആ വാലുഭാഗം കത്താതെ അവശേഷിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അല്ല, ആ കെട്ടിടത്തിൽ ചെന്ന് ഇടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വലിയ ശബ്ദം ഉണ്ടാകുമല്ലോ. അത് ചാവേർ പൊട്ടിത്തെറിച്ചതാണത്രേ. അത് ഒന്നെങ്കിൽ ആ മറ്റേ അവശേഷിച്ച വിശ്വാസ് കുമാർ അയാൾ വെച്ച എന്തോ ഒരു ബോംബ്, അല്ലെങ്കിൽ ഈ കോക്പിറ്റിലെ പൈലറ്റ് പൊട്ടിത്തെറിച്ചു എന്നൊക്കെയാണ് ചിലർ പടച്ചു വിടുന്നത്. അല്ല, ഈ ചാവേർ ഇപ്പൊ എവിടെ നിന്ന് വന്ന്? അല്ല, എനിക്കറിയില്ല. അപ്പൊ ഇമാതിരി ഉണ്ടയില്ലാ വെടികൾ പലയിടത്തുനിന്ന് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വിമാന അപകടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം എന്ന് പറഞ്ഞാൽ അതീവ ഗൗരവ സ്വഭാവമുള്ളതാണ്. അത് നമ്മൾ ഈ പടച്ചു വിടുന്നത് പോലെ ഇത്തരം അടിസ്ഥാനരഹിത വാർത്തകൾ കൊണ്ട് അതിനെ യഥാർത്ഥ വസ്തുത അതിൽ വഴിതെറ്റിക്കാനും ഉപകരിക്കും. ഇപ്പോൾ ഈ US നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രാഥമിക റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു പ്രിമച്ചറാണ്. പ്രിമച്ചർ എന്ന് പറഞ്ഞാൽ ഈ മൂക്കും മുമ്പേ പഴുത്തൊരു റിപ്പോർട്ടാണ്. അതിനെ വിശ്വസിച്ച് നിഗമനങ്ങളിലേക്ക് എത്തുകയേ ചെയ്യരുതെന്ന് അവർ പറയുന്നു. നിലവിൽ നമ്മുടെ പൈലറ്റുമാരുടെ സംഘടനയും ആ ഒരു നിലപാടിലാണ് എത്തിയേക്കുന്നത്. ഇത് ഒരു ആധികാരിക റിപ്പോർട്ടായിട്ട് ഇവരുടെ മണ്ടയ്ക്ക് കൊണ്ടുപോയി ഈ ഉത്തരവാദിത്തം അടിച്ചേൽപ്പിക്കരുത്. വസ്തുത വരട്ടെ, ഒന്ന് ക്ഷമിക്കൂ, കാത്തിരിക്കൂ. അതിനു മുമ്പേ ഇങ്ങനെ പ്രചാരണങ്ങൾ നടത്തി വലിയൊരു ആശയക്കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുത്.